രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെ ചൊല്ലി കോൺഗ്രസ് അനുകൂലികൾ നടത്തുന്ന സൈബർ ആക്രമണം പാർട്ടിക്ക് തലവേദനയാകുന്നു. കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ പേരിൽ തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു എന്ന വികാരമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുള്ളത്. സൈബർ ആക്രമണം തുടരുമ്പോഴും രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ പാർട്ടിയിൽ ഉയരുന്നതിലും പ്രതിപക്ഷ നേതാവ് അതൃപ്തനാണ്. പാർട്ടിയുടെ നാവാവാൻ വളർത്തിയെടുത്ത സൈബർ സംഘമാണ് ഇപ്പോൾ സ്വന്തം നേതാക്കളെ വേട്ടയാടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷന് കളമൊരുക്കിയതിനു പിന്നാലെ സൈബർ പടയിലെ രാഹുൽ അനുകൂലികൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ തിരിഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഓണസദ്യ കൂടിയായതോടെ സതീശനെതിരെയുള്ള ആക്രമണം കടുത്തു. കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ പേരിൽ തന്നെ മാത്രം ആക്രമിക്കുന്നതിൽ കടുത്ത നീരസത്തിലാണ് സതീശൻ. അല്ല, നീ എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനം. സൈബർ ആക്രമണങ്ങളോട് കടുത്ത സമീപനം സ്വീകരിക്കാതെ KPCC നേതൃത്വം കൈകെട്ടി നോക്കിയിരിക്കുകയാണെന്ന വികാരവും സതീശൻ അനുകൂലികൾക്കുണ്ട്. ഇതിനിടയിൽ രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണെന്ന പ്രചാരണവും ഉണ്ടായി. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകിയതും ആസൂത്രിത ഗൂഢാലോചനയാണെന്നും സതീശനെ പിന്തുണയ്ക്കുന്നവർ കണക്കുകൂട്ടുന്നു. പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതൊന്നും വലിയ കാര്യമല്ലെന്ന വാദവും കോൺഗ്രസിൽ ഒരു വിഭാഗം വെച്ചു പുലർത്തുന്നു. സർക്കാരിനെതിരെ പോസ്റ്റുകൾ ഇടണമെന്നായിരുന്നു ഷാഫി പറമ്പലിന്റെ പ്രതികരണം. ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ വേണം എല്ലാവരും പ്രവർത്തിക്കുന്ന ഏറ്റവും ബൂത്ത് പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ ആളുകളും പ്രവർത്തിക്കാൻ. രാഹുൽ മാങ്കൂട്ടം വിഷയം മുന്നിൽ വെച്ചുള്ള പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള നീക്കത്തിൽ എ ഗ്രൂപ്പ് ഒറ്റക്കെട്ടാണ്. ഗ്രൂപ്പിന്റെ മൗനാനുവാദത്തോടെയാണ് സൈബർ ആക്രമണമെന്ന് മറുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് പാർട്ടി വിരുദ്ധമാണെന്ന വാദം യോഗങ്ങളിൽ ഉന്നയിക്കാനാണ് ഇവരുടെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.